പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാമചന്ദ്രനാണ് നമുക്ക് ഒപ്പമുള്ളത്. പുതുക്കാടിൻ്റെ ജനകീയ മുഖമായി മാറുകയും പിന്നീട് പുതുക്കാട് ജനതയുടെ KKR എന്നൊരു വിളിപ്പേര് കൂടി സ്വന്തമാക്കുകയും ചെയ്ത അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. നമുക്കറിയാം 2021 ആദ്യമായിട്ട് പുതുക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുന്നത്. പിന്നീട് അതിനുശേഷം 5 വർഷക്കാലം കഴിഞ്ഞ് പാർട്ടി വീണ്ടും ഒരു ചുമതല ഇത്തവണയും മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നു. അപ്പോഴെങ്ങനെയാണ് ആ ചുമതലയെ നോക്കിക്കാണുന്നത്? ഞാനിവിടെ 2021 മത്സരിക്കാൻ വരുമ്പോൾ ഞാനിതുവരെ ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. സംഘടനാ രംഗത്ത് ആണ് മുഖ്യമായും കേന്ദ്രീകരിച്ചിരുന്നത്. ഇവിടെ അതിനു മുൻപുള്ള ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ ആയിരുന്ന MLA ഒക്കെ ആയിരുന്ന പ്രൊഫസർ C രവീന്ദ്രമാഷിനൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലായാലും മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് ഇവിടെ പ്രവർത്തിച്ച ഒരു അനുഭവം പരിചയമൊക്കെ ഒരു ജനപ്രതിനിധി ആയി വന്നാൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ഈ നിമിഷം വരെ ഈ മണ്ഡലത്തിലെ ഓരോരോ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ഓരോരോ ജനവിഭാഗങ്ങളുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ ഈ മണ്ഡലത്തിലെ സാധ്യതകൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം ജനത നിൽക്കില്ലേ പുതുക്കാട് മണ്ഡലത്തിലെ ജനത? തീർച്ചയായും ആ ചോദ്യത്തിന് തന്നെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മളങ്ങനെ ഇതായിട്ട് പറയണതല്ല. പൊതുവിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ, നിഷ്പക്ഷരായ ജനങ്ങൾ ഒക്കെ നല്ല അഭിപ്രായം പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും പൊതുജനങ്ങളും നല്ല പിന്തുണയാണ് MLA എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. പ്രചരണം ഇപ്പം എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രചരണം വളരെ ബഹുദൂരം നമുക്കിവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഞായറാഴ്ച 15-ാം തീയതി പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ നമ്മുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതിനും ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും അന്ന് തന്നെ ഈ മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും റോഡ് ഷോ നടത്തി. വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ റോഡ് ഷോ രാത്രി 9:50 അമ്പലൂരിൽ നിന്ന് സമാപിച്ച് പുതുക്കാട്, വല്ലച്ചിറ, തൃക്കൂർ പഞ്ചായത്ത്, അളകപ്പനകളുടെ ഒരു ഭാഗത്തോടെ കടന്ന് വരന്തരപ്പള്ളി, മറ്റത്തൂർ, അങ്ങനെ പറപ്പൂക്കര, പുതുക്കാട്, വീണ്ടും അളകപ്പനഗറിൻ്റെ മണ്ണമ്പട്ട വഴി വന്ന് ആമ്പലൂരും സമാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 100 കണക്കിന് പ്രവർത്തകന്മാരാണ് ആ റോഡ് ഷോയിൽ ഇരുചക്ര വാഹനങ്ങളിലൂടെയും മറ്റ് തെരുവുകളിൽ അഭിവാദ്യം ചെയ്യാനൊക്കെയായി എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രചരണ പ്രവർത്തനങ്ങളിൽ വളരെ ബഹുദൂരം മുന്നിലാണ്. ഇന്നലെ പുതുക്കാട് അങ്ങാടിയിലാണ് ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ പങ്കാളിയായത്. പുതുക്കാട് അങ്ങാടിയിലെ മുഴുവൻ കടകളും കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചു. ഇന്ന് ആമ്പലൂരിൽ നിന്നാണ് ഇവിടെ തുടങ്ങുന്നത്. ആമ്പലൂരിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ ഒന്ന് കയറണം. അതിനുശേഷം വരന്തരപ്പള്ളിയിൽ പഞ്ചായത്തിലെ 2 കേന്ദ്രങ്ങളിൽ, വരന്തരപ്പള്ളി അങ്ങാടി സെൻറ്ററും അതുപോലെ തന്നെ വേലുപാടം പൗണ്ടിലും ഇതുപോലെയുള്ള പര്യടന പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ പര്യടന പരിപാടി മൈക്ക് കെട്ടിയിട്ടുള്ളത് വേറെ ഉണ്ടാവും. ഇത് ഇപ്പോൾ ഇലക്ഷൻ ഏപ്രിൽ 9 എന്നുള്ളത് കൊണ്ട് വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ കഴിയാവുന്നത്ര ജംഗ്ഷനുകളിലെത്തുക, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെത്തുക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.